നമ്മൾ അവർക്ക് ഒരു റിയൽ വർക്കുകൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ആ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനെ മോണിറ്റർ ചെയ്യാൻ TL ഉണ്ട്, ഓഡിറ്റ് മാനേജർ ഉണ്ട്, എക്സ്പെഷ്യലി ചാർട്ടേഡ് അക്കൗണ്ട്സ്. ജാഫ്രെ, നമ്മൾ ന്യൂസിൽ കരിക്കുലം സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുറെ ഡിസ്കസ് ചെയ്താണ് ഇതിന്റെ ഫീസിനെ പറ്റി. നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഫീസ് ഫിക്സ് ചെയ്തത്. അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. കുറെ ആളുകൾ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഇൻവോൾവ് ആണ്. അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് പോലും നമ്മളൊരു അഫോർഡബിൾ ഫീസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ എന്തുകൊണ്ടാണ് ഒരു 50% സ്കോളർഷിപ്പ് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ചെയ്തത്? അങ്ങനെ അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്ഥാപനം മണ്ണാർക്കാട്, അതായത് നമ്മൾ എൻ്റെ സ്വന്തം നാടാണ് മണ്ണാർക്കാട്. മണ്ണാർക്കാട് ഇത് തുടങ്ങുമ്പോൾ നമ്മൾ കുറേ എൻക്വയറീസ് വന്നിരുന്നു. ആ എൻക്വയറീസിലെല്ലാം എല്ലാവർക്കും ഇത് പഠിക്കണമെന്നുണ്ട്. അപ്പോൾ പഠിക്കാൻ നമ്മളിവിടെ കൊടുക്കുന്നത് ശരിക്കും ജോബ് ഓറിയന്റഡ് ട്രെയിനിങ് ആണ്. ഇന്ന് ഒരാള് ജോബിന് പോകുമ്പോൾ അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും BCom കഴിഞ്ഞ ഒരാൾക്ക് ഡയറക്റ്റ് ഒരു അക്കൗണ്ടന്റ് ആയിട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഈ ജോബ്. പക്ഷെ എക്സ്പീരിയൻസ് വെറുതെ ഒരു സർട്ടിഫിക്കറ്റ് അല്ല. നമ്മൾ അവർക്ക് ഒരു റിയൽ വർക്കുകൾ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ആ വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനെ മോണിറ്റർ ചെയ്യാൻ TL ഉണ്ട്, ഓഡിറ്റ് മാനേജർ ഉണ്ട്, എക്സ്പെഷ്യലി ചാർട്ടേഡ് അക്കൗണ്ട്സ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫീസ് കുറക്കാനുണ്ടായ കാരണം, ഫീസ് കുറക്കുക എന്നല്ല, നമ്മൾ ഇത് ചോദിച്ചപ്പോൾ തന്നെ രക്ഷിതാക്കൾ നമ്മളോട് വിളിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ ഫീസിൻ്റെ കാര്യം, അതായത് അവർക്ക് പഠിപ്പിക്കണം എന്നുണ്ട്, പക്ഷേ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ അവർക്ക് വരുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഓക്കെ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്കോളർഷിപ്പും കൂടി പ്ലാൻ ചെയ്തു. ആ സ്കോളർഷിപ്പ് ശരിക്കും വെറുതെ ഒരു സ്കോളർഷിപ്പ് അല്ല, അത് അവരുടെ ഒരു എന്താണ് കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ്. നമ്മളൊരു എക്സാം കണ്ടക്ട് ചെയ്ത് ആ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കോളർഷിപ്പ്. ജീവിത സാഹചര്യങ്ങളും അതെ, അങ്ങനെ തന്നെയാണ്.